ഐശ്വര്യ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞതും ആ ബംഗ്ലാവിൻ്റെ വാതിലിലേക്ക് ഒരു വാഹനം വന്നിരുന്നു. മൂവരുടെയും ശ്രദ്ധ ആ വാതിലിലേക്കായി. കാരണം 2 പെൺകുട്ടികൾ മാത്രമാണ്, അതും ഗുണ്ടകളുടെ കൂടെ. എന്തെങ്കിലും രീതിയിൽ അവരെ ഉപദ്രവിക്കുകയോ ശാരീരികമോ മാനസികമായിട്ടോ അതോ ഇനി അവരെ പിടിച്ചു വലിച്ചുകൊണ്ടാണോ വരുന്നത്, അങ്ങനെ പലവിധ ചിന്തകൾ മൂവരുടെയും തലയിൽ കൂടെ പോയി. എങ്കിലും ഇതേ സമയം തന്നെയാണ് അവർ ആ വാതിൽ കടന്നകത്തേക്ക് വരുന്നത്. അവരുടെ വരവ് കണ്ടതും അവിടെ നിന്ന് എല്ലാവരും കുറച്ചു നേരം വായും തുറന്ന് അവരെ തന്നെ നോക്കി നിന്നു. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ കുട്ടികൾ 2 പേരും അവരെ തട്ടിക്കൊണ്ടുവരാൻ പോയ ഗുണ്ടകളുടെ കയ്യിലൂടെ കൈയിട്ട് അവരോട് കിന്നാരം പറഞ്ഞ് ചിരിച്ച് ഉല്ലസിച്ചുകൊണ്ടാണ് അവരുടെ മുന്നിലേക്ക് എത്തിയത്. ഈ കാഴ്ച കണ്ടതും രുദ്രൻ അവരെ അടിമുടിയൊന്ന് നോക്കി. കാരണം അവരെ തട്ടിക്കൊണ്ടുവരാൻ പോയവരുടെ താടിക്ക് പിടിച്ച് വലിക്കുകയും അവരുടെ കൈയോട് കൈ ചേർത്ത് അവരുടെ കുഞ്ഞനുജെത്തിയെ പോലെ തന്നെ ആ നിമിഷ നേരം കൊണ്ട് അവരായി. അവരെ 2 പേരെയും രുദ്രനും അദ്രിക്കും ഓമിനും എതിരായുള്ള ദിശയിൽ അവർ കൊണ്ടുവന്ന് നിർത്തി. അതിനുശേഷം പറഞ്ഞു, മക്കളിവിടെ നിൽക്ക്, ഞാൻ പോയി മേഡത്തിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ചേട്ടാ, ഈ മേഡത്തിൻ്റെ പേരെന്താ? അതിപ്പോൾ വരുമല്ലോ മോളെ, അന്നേരം കാണാം എന്ന് പറഞ്ഞ് വാത്സല്യത്തോടെ അവളുടെ തലയിലൊന്ന് തട്ടി. ആ ഗുണ്ടയോട് അത്രയും ചോദിച്ചുകൊണ്ട് ആദി കണ്ണുയർത്തി എതിർദിശയിലേക്ക് നോക്കിയപ്പോൾ അവളെ തന്നെ നോക്കി നിൽക്കുന്ന മൂവരെയാണ് കാണുന്നത്. അപ്പോഴാണ് അടുത്ത് നിൽക്കുന്ന ഗുണ്ടച്ചേട്ടനെ അവൾ ഞോണ്ടി. എന്നിട്ട്, ചേട്ടാ എന്താ മോളെ, ദോ ഇല്ല നിൽക്കുന്ന 3 എണ്ണം കണ്ടോ? ഞാൻ നേരത്തെ ഏട്ടനോട് പറഞ്ഞില്ലയോ, എനിക്കൊരു മണവണാഞ്ചൻ ഭർത്താവുണ്ട്, ഒരു ചേട്ടനുണ്ട്, പിന്നെ ഒരു ബാലം തലയില്ലാത്തൊരു സാധനം ഉണ്ടെന്ന് ആ ഭർത്താവിൻ്റെ വീട്ടിൽ, അതായത് ഇവിടെ കൂടപ്പിറപ്പ്. നിൽക്കുന്നതാ 3 എണ്ണം. ഇതിൽ മോടെ ഭർത്താവ് ഏതാ? ദോ ഇല്ല അങ്ങേയറ്റത്ത് നിൽക്കുന്ന കോട്ടും സൂട്ടും ഇട്ട് നിൽക്കുന്ന അയാളാണ് എൻ്റെ ഭർത്താവ്. മോടെ ചേട്ടനോ? ദോ ആ നടുക്ക് നിൽക്കുന്നത്. അപ്പം മറ്റേത് രുദ്രനല്ലേ? അതെ. ചേട്ടൻ്റെ ഒരു ബുദ്ധിയേ, ചേട്ടൻ എന്തൊരു ഓർമ്മയാണ്. ചേട്ടൻ ഈ ജോലിയൊക്കെ വിട്ടിട്ട് വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ? നല്ല ബുദ്ധിയും കഴിവൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ കഴിവൊക്കെ ഉണ്ട് മോളെ, എന്തോ പറയാനാ, ജീവിത ബുദ്ധിമുട്ട് കൊണ്ട് വാളെടുത്തത് പോയതാ. ഇനിയിപ്പോൾ ഇത് താത്ത് വെച്ച എന്നെ എവിടെയെങ്കിലും ഇട്ട് വല്ലവരുമൊക്കെ തട്ടിക്കൊല്ലും, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ച്. അവളൊന്ന് ദീർഘമായി നിശ്വസിച്ച് അവരെ തന്നെ നോക്കി. എന്നാൽ ഇവർ 2 പേരുടെ സംസാരങ്ങളെല്ലാം കേട്ട് വായും തുറന്ന് തന്നെ നിൽക്കുകയായിരുന്നു അവളുടെ അടുത്ത് നിൽക്കുന്ന അല്ലു. അതേസമയമാണ് ഐശ്വര്യ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നത്. അടുത്ത് വന്നതും ആദിയുടെ അടുത്ത് നിൽക്കുന്ന ഗുണ്ടച്ചേട്ടനോടായി, ചേട്ടാ ഏട്ടൻ പൊക്കോ, ഇനി ഏട്ടൻ ഇവിടെ റോളൊന്നുമില്ല. പിന്നെ അതുമാത്രമല്ല, ഏട്ടൻ പോകുന്നതിന് മുമ്പ് ആ മേളത്തെ റൂമിൽ കിടക്കുന്ന ക്രിസ്റ്റിയെയും അവൻ്റെ ഭാര്യയെ കൂടി താഴേക്ക് കൊണ്ടുവരണം. അതിനെന്താ മോളെ, ഇപ്പോൾ തന്നെ കൊണ്ടുവരാം. അവളുടെ സൗമ്യമായ ഇടപെടൽ എല്ലാം എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവരുടെ കൂടെയുള്ള ബാക്കിയുള്ളവർ പുറത്തേക്ക് ഇറങ്ങി 2 പേർ മാത്രം മുകളിലേക്ക് കയറി ക്രിസ്റ്റിയെയും അലങ്കൃതയും താഴേക്ക് കൊണ്ടുവന്നു. ക്രിസ്റ്റി വളരെ അവശനായിരുന്നു. അവനെ ഒരു കസേരയിട്ട് അവർക്ക് മുന്നിൽ ഇരുത്തിയതിന് ശേഷം അലങ്കൃതയും അതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത്രയും പറഞ്ഞെങ്കിൽ ശരി മോളെ, പൊക്കോട്ടെ. ഏട്ടാ, ഇനി തെറ്റായ വഴിക്ക് പോകരുത്. നമ്മുടെ ട്രസ്റ്റ് ഉണ്ടല്ലോ, ട്രസ്റ്റിൻ്റെ കീഴിൽ ഒരുപാട് ജോലി സാധ്യതകളും ചെറിയ ചെറിയ യൂണിറ്റ്സും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി തെറ്റായ വഴിക്ക് പോകരുത്. അതുമാത്രമല്ല, ചിലപ്പോൾ ഇനി ഞാൻ വന്നതിൻ്റെ നേതൃത്വം നോക്കാൻ ഇനി കുറേ കൊല്ലം കഴിയുമായിരിക്കും. മുമ്പേ ഒരാളെ കൊന്നില്ലേ, അതിൻ്റെ ശിക്ഷയെല്ലാം കയ്യോടെ ഏറ്റു വാങ്ങിയതിന് ശേഷം ഞാൻ വരും. അതുവരെ ചേട്ടൻ വേണം അതെല്ലാം നോക്കി നടത്താൻ. ചേട്ടൻ്റെ കൂടെയുള്ള ആൾക്കാരെ എല്ലാം നിയന്ത്രിച്ച് നമ്മുടെ ട്രസ്റ്റ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും വേണം. ഏട്ടന് പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി തെറ്റായ ഒരു വഴിക്ക് പോലും ഏട്ടനിനി പോകരുത്. ഇല്ലടാ കണ്ണാ, ഇനി ഞാൻ അങ്ങനെ പോവില്ല. എന്നെ നല്ല രീതിയിൽ നല്ല വഴിക്ക് കൊണ്ടുവന്ന എൻ്റെ മോളല്ലേ. തെറ്റുകൾ നല്ല രീതിയിൽ ചൂണ്ടിക്കാണിച്ച് പണ്ടേ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ വഴിക്ക് ഇത്രത്തോളം ദ്രോഹങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യില്ല. എൻ്റെ അനിയത്തിക്കുട്ടി പറഞ്ഞതുപോലെ ഇനി ഞാൻ തെറ്റായ രീതിയിലോ തെറ്റായ വഴിക്കോ പോകില്ല. അത് ഈ ഏട്ടൻ്റെ വാക്ക് എൻ്റെ അനിയത്തിക്കുട്ടിക്ക് നൽകും. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഒപ്പമുള്ളവർ ആരും ഇനി അരിവാൾ കൈകൊണ്ടെടുക്കില്ല. ആ ഉറപ്പ് ഏട്ടൻ മോക്ക് തന്നാൽ പോരെ? അത് മതി ഏട്ടാ. എങ്കിൽ ശരി ഏട്ടൻ. മോളെ, അവരാരും എന്നെ ഒന്നും ചെയ്യില്ല ഏട്ടാ. ഏട്ടൻ പൊക്കോ. ഇതിൽ നിൽക്കുന്ന ഒരാളല്ല, 2 പേർക്ക് മാത്രമേ ഞാൻ ദ്രോഹം ചെയ്തുള്ളൂ. വേറെ ആർക്കും ഒരു മുട്ടുസൂചി കൊണ്ടുപോലും ഞാൻ നുള്ളി അവരെ നോവിച്ചിട്ടില്ല. അതുകൊണ്ട് ഏട്ടന് ധൈര്യമായിട്ട് പോകാം.
ആ 2 പേർ എന്ത് ശിക്ഷ തന്നാലും ഏറ്റുവാങ്ങാൻ ഞാൻ ബാധ്യസ്ഥരാ. അതിൽ ഏട്ടനോ ഏട്ടൻ്റെ കൂട്ടുകാരോ വേണ്ട. അത് 2 കൈനീട്ടി ഞാൻ തന്നെ സ്വീകരിച്ചോളാം. മറ്റുള്ളവരോട് ദ്രോഹം ചെയ്ത എൻ്റെ പപ്പായ, അതിനുള്ള ശിക്ഷ ഞാൻ അയാൾക്ക് തന്നെ നൽകിയിട്ടുണ്ട്. മോളെ എന്താ ഏട്ടാ? മോളുടെ അച്ഛൻ മരിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഞങ്ങൾ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജാണ്. പക്ഷേ സ്ഥിതി ഗുരുതരമാകാനും ചിലപ്പോൾ നോർമൽ ലൈഫിലേക്ക് വരാനും സാധ്യതയുണ്ട്. എന്തായാലും ഏട്ടൻ ഹോസ്പിറ്റലിൽ കൂടി തിരക്കുക. അയാൾ തട്ടിപ്പോവുകയാണെങ്കിൽ വിട്ടേക്കുക. അന്നേരം ഞാൻ പോയി കോടതിയിൽ ഹാജരാവാം. എന്തായാലും എന്ത് സംഭവിച്ചാലും ഏട്ടൻ എന്നെയും കൂടെ വിളിച്ച് പറയണം. ശരി മോളെ, എങ്കിൽ മോൾ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഏട്ടൻ നോക്കിക്കോളാം. അത്രയും പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് പോയി. അതേസമയം തന്നെ ഐശ്വര്യ എല്ലാവർക്കും നേരെ തിരിഞ്ഞ്, നിങ്ങളെല്ലാവരും കരുതുന്ന പോലെ ക്രിസ്റ്റിയെ ഞാനല്ല കൊണ്ടുവന്നതും ഞാനല്ല ഉപദ്രവിച്ചതും. ഫസ്റ്റ് ഓഫ് ഓൾ അത് തന്നെ പറയാമല്ലോ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ക്രിസ്റ്റിയെ ഒരുപാട് പേർ നിന്ന് ക്രൂരമായി ഉപദ്രവിക്കുന്നത് കണ്ടുകൊണ്ട് എൻ്റെ ഏട്ടന്മാർ കയറി ഇടപെട്ട് അവനെ അവിടെ നിന്ന് രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നെന്നുള്ളത് സത്യം. അതുപോലെ തന്നെ ക്രിസ്റ്റി അലങ്കൃതയുടെ ഹസ്ബൻഡാണെന്നുള്ളത് അവനെ ഇവിടെ രക്ഷിച്ച് കൊണ്ടുവന്ന് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അവളെ വിളിച്ചു വരുത്തി ഈ ഒരു വീഡിയോയും ഇട്ടുകൊടുത്ത് അവളെ ഇവിടം വരെ വരാനും പറഞ്ഞത്. അല്ല, നിങ്ങളെല്ലാം വിചാരിക്കുന്ന പോലെ അവളെ ഉപദ്രവിക്കാനോ ക്രിസ്റ്റിയെ ഉപദ്രവിക്കാനോ ഞാൻ നിന്നിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് സത്യമല്ല എന്ന് തോന്നുന്നെങ്കിൽ ക്രിസ്റ്റി തന്നെയല്ലേ ഈ മുമ്പിൽ ഇരിക്കുന്നത്, ക്രിസ്റ്റിയോട് തന്നെ ചോദിക്കാം. അതുമാത്രമല്ല, ക്രിസ്റ്റിക്ക് ഇപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണം. നിങ്ങൾ ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നെങ്കിൽ എത്തിക്കാം, അല്ല എങ്കിൽ എനിക്കുള്ള ശിക്ഷ തരാൻ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അങ്ങനെയും ആകാം. ഓം അപ്പോൾ തന്നെ കയ്യിലിരുന്ന ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. അപ്പോൾ തന്നെ പുറത്തുനിന്ന് 2 ബോഡി ഗാർഡ്സ് അടുത്തേക്ക് വന്ന് ക്രിസ്റ്റിയും അലങ്കൃതയും അവർ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ക്രിസ്റ്റിയെ അവർ എല്ലാവരും കൂട്ടിക്കൊണ്ടു പോയതിന് ശേഷം എല്ലാവരും ഐശ്വര്യയ്ക്ക് നേരെ തിരിഞ്ഞ്, ഓ ഞാൻ മറന്നുപോയി, ഇനി നിങ്ങൾക്ക് എന്നോട് പ്രതികാരം ചെയ്യാനുണ്ടായിരിക്കും. ആവാം, ഞാൻ എന്തും സ്വീകരിക്കാൻ തയ്യാറായി. ഇപ്പോൾ എല്ലാം മനക്കട്ടിയോടുകൂടി തന്നെ നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്തുമാകാം, എന്തും ചോദിക്കാം. ഓം അവൾക്ക് മുന്നിലേക്ക് വന്ന്, നീ എന്തിനാ അദ്രിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്? അതിന് നീ എത്ര ശിക്ഷ തന്നാലും നീ ഏറ്റുവാങ്ങുമോ? ഞാൻ മുന്നേ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ എന്ത് ശിക്ഷ വിധിച്ചാലും അത് ഏറ്റുവാങ്ങാൻ ഞാൻ റെഡിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഐശ്വര്യയുടെ അടുത്തേക്ക് ആദി വന്നുകൊണ്ട്, നിനക്ക് എന്ത് ശിക്ഷ കിട്ടിയാലും ഞങ്ങൾ അനുഭവിച്ചോളം എത്തില്ല ഐശ്വര്യ, അത് അനുഭവിച്ച് തന്നെ അറിയണം. ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോയിരുന്നു എങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ആരും ഇല്ലാതെ ആയിപ്പോയനെ. എൻ്റെ സഹോദരൻ ഇപ്പോൾ ഇങ്ങനെ വന്നു നിൽക്കുമെന്നോ അവൻ ജീവനോടെ ഉണ്ടെന്ന് പോലും ഒരു അറിവുമില്ലാതെയാണ് ഞങ്ങൾ മൂവരും ഓരോ ദിവസവും തള്ളി നീക്കിയത്. അത് എത്രത്തോളം ദുഃഖജനകമാണെന്ന് നിനക്കറിയാമോ? ഇല്ല, അത് അനുഭവിച്ച് തന്നെ അറിഞ്ഞാലേ പറ്റൂ ഐശ്വര്യ. അല്ലാതെ നിനക്ക് ശിക്ഷ തന്നതുകൊണ്ട് ഞങ്ങൾ അനുഭവിച്ചതിന് യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. അറിയാം മതി, നിങ്ങൾ അനുഭവിച്ച എത്രത്തോളം വലിയ കാര്യങ്ങളാണ്. പക്ഷേ ആ തെറ്റിൽ നിന്നും നിങ്ങൾ അനുഭവിക്കേണ്ട വന്നത് എല്ലാം തിരിച്ചറിഞ്ഞ് വന്നപ്പോഴേക്കും ഒരുപാട് വൈകി. പിന്നീട് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് എല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ അതിനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ഒരുപാട് നാളിന് ശേഷമാണ് അദ്രിയെ ഞാൻ പിന്നീട് കാണുന്നത്. കണ്ടപ്പോൾ അവനോട് നേരിട്ട് കണ്ട് തന്നെ ക്ഷമ ചോദിക്കണമെന്നുണ്ട്. അതിന് ഇപ്പോൾ ഒരു സാഹചര്യം കിട്ടിയെന്നേ ഉള്ളൂ. അദ്രി അവൾക്ക് നേരെ തിരിഞ്ഞ്, ഞാൻ നിന്നെ കാണുന്നത് പോലും അന്ന് ആദ്യമായിട്ട് നീ എന്നെ ഉപദ്രവിക്കാൻ ആ ഗോഡൗണിലോട്ട് എത്തുമ്പോഴാണ്. പിന്നീട് ഞാൻ നിന്നെ കണ്ടിട്ടില്ല. അതിന് മുൻപും കണ്ടിട്ടില്ല, അതിന് ശേഷവും കണ്ടിട്ടില്ല. പിന്നെ എപ്പോഴാണ് നിനക്ക് എന്നോട് പ്രണയം തോന്നിയത്? അത് കറക്റ്റായ ക്വസ്റ്റ്യനാണ് അദ്രി. ഞാൻ ഒരു പേരിനെ സ്നേഹിച്ചാണ് നിൻ്റെ അടുത്തെത്തിയത്. പക്ഷേ ഞാൻ പ്രണയിച്ച ആൾ നീയല്ല എന്നറിഞ്ഞു വന്നപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. അപ്പോഴേക്കും നീ എൻ്റെ മനസ്സിൽ ഒരുപാട് സ്ഥാനം ഉറപ്പിച്ച് ഒരുപാട് പ്രാവശ്യം മനസ്സിൽ നിന്നും പറിച്ചെറിയാൻ ശ്രമിച്ചുവെങ്കിലും ആഴത്തിൽ നീ പതിഞ്ഞതുകൊണ്ട് എനിക്ക് നിന്നെ തന്നെ മതിയെന്നായി. അപ്പോൾ നീ ആരെ പ്രണയിക്കുന്നേ? ഓമിനെ. ഞാൻ കോളേജിൽ പഠിക്കാൻ വന്ന അതേ സമയമാണ് എനിക്ക് കിട്ടിയ 2 കൂട്ടുകാരാണ് അല്ലുവും അലങ്കൃതയും. അവരുടെ വായിൽ നിന്നും എപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു പേരായിരുന്നു ഓം. ഓം. അവൻ്റെ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. അതേസമയമാണ് ഞങ്ങളിലേക്ക് മിത്ര കൂടി എത്തിയത്.
മിത്രയും കൂടിയായപ്പോൾ ഞങ്ങൾ 4 പേരും അടുത്ത കൂട്ടുകാരായി. എല്ലാ കാര്യങ്ങളും പരസ്പരം പറഞ്ഞും അറിഞ്ഞും. പക്ഷേ ഞാൻ എല്ലാവരിൽ നിന്നും ഒരല്പം അകലം ഇട്ടിരുന്നു എപ്പോഴും. കാരണം എൻ്റെ സ്വകാര്യത എപ്പോഴും എൻ്റേത് മാത്രമായിരിക്കണം. മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. എൻ്റെ ആ ഒരു സ്വഭാവം അവർക്ക് മൂവർക്കും അറിയാവുന്നതുകൊണ്ട് അവർ കൂടുതൽ എന്നെ ബുദ്ധിമുട്ടിക്കാനും നിന്നിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഓം എന്ന പേരിൻ്റെ ഉടമയെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം. അതുമാത്രമല്ല, ഇവരിൽ നിന്നും എപ്പോഴും കേട്ട് ആ മനുഷ്യനോട് എന്തെന്നില്ലാത്ത പ്രണയം. ആ പ്രണയത്തിൻ്റെ അവസാനം എനിക്ക് അയാളെ കാണണമെന്ന് തന്നെയായി. ആഗ്രഹം വല്ലാതെ ആയി കഴിഞ്ഞപ്പോൾ അവർക്കൊപ്പം തന്നെ അല്ലുവിൻ്റെ വീട്ടിലേക്ക് എത്താമെന്നായി. അങ്ങനെ ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് അവൾക്കൊപ്പം തന്നെ അവളുടെ വീട്ടിലേക്കെത്തി. അതേ സമയം തന്നെയായിരുന്നു ഓം ബാംഗ്ലൂരിൽ നിന്നും അവൻ്റെ ഫ്രണ്ട്സുമായി അവരുടെ വീട്ടിലുണ്ടായിരുന്നു. അല്ലു എല്ലാവരോടും ഫ്രീ ആയി സംസാരിക്കുന്നതിനാൽ എനിക്ക് അവളുടെ ചേട്ടൻ ഏതാണെന്ന് മനസ്സിലായില്ല. എല്ലാവരെയും അവൾ ഏട്ടനെന്ന് വിളിക്കുന്നു. വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അദ്രിയായിരുന്നു ആദ്യം അവിടെ നിന്ന്. അവളോട് കൊഞ്ചി സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതായിരിക്കും ഓമെന്ന്. പിന്നീട് ഞാൻ അകത്തോൾക്ക് കയറി. അതേസമയം തന്നെയാണ് എൻ്റെ ഫോണിലേക്ക് കോൾ വന്നത്. അമ്മയ്ക്ക് അസുഖം കൂടിയെന്നും എത്രയും പെട്ടെന്ന് എത്തണമെന്ന്. ഓമിനെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. അല്ല, അദ്രിയെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. ആ മുഖം എൻ്റെ ഉള്ളിൽ ഒന്നാഴത്തിൽ പതിപ്പിച്ച് ഞാൻ അവിടെ നിന്നും ഇറങ്ങി. പിന്നീട് ഞാൻ പല കാരണങ്ങളുണ്ടാക്കി അല്ലുവിൻ്റെ ഒപ്പം അവരുടെ വീട്ടിലെത്തി. എങ്കിലും എനിക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോഴെല്ലാം എൻ്റെ കണ്ണുകൾ ഫോട്ടോയിലുള്ള അദ്രിയിൽ മാത്രമായിരുന്നു. അദ്രിയാണ് അവൻ്റെ സഹോദരി എന്നുള്ള രീതിയിൽ. എങ്കിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് പിന്നീട് ഞാൻ അറിയുന്നത് ഞാൻ പ്രണയിക്കുന്ന ആളല്ല അവളുടെ ചേട്ടൻ ഓമെന്ന്. ആ ഒരു സത്യം എനിക്കൊരു ഷോക്കായിരുന്നു. അതിൽ നിന്നും റിക്കവറായി വരാൻ എനിക്ക് 3-4 ദിവസം വേണ്ടി വന്നു. എങ്കിലും എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ അദ്രിയുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്നും പോയതും ഇല്ല. ഒരു തരി പോലും ഒരു പ്രണയം അവനോട് കുറഞ്ഞതുമില്ല, കൂടിയതല്ലാതെ. പിന്നീട് അവരുടെ വീട്ടിൽ ഞാൻ ചെന്നു. ഫോട്ടോയിലിരിക്കുന്ന വ്യക്തിയെ ചൂണ്ടിക്കാട്ടി തന്നെ അവൻ്റെ കാര്യങ്ങളും അവൻ്റെ പേരും ഊരും സ്വഭാവവും എല്ലാം തന്നെ ഞാൻ അറിഞ്ഞു. ആ സ്വഭാവവും ആ ക്യാരക്ടർ കാര്യങ്ങൾ എല്ലാം അറിഞ്ഞപ്പോൾ ഓമിനേക്കാൾ ഒരു പടി ഉയരത്തിൽ അവനോട് പ്രണയം എൻ്റെ ഉള്ളിൽ കൂടിയതല്ലാതെ കുറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മിത്രയുടെ സ്വഭാവത്തിൽ അദ്രിയോട് എന്തെന്നില്ലാത്ത ഒരു അടുപ്പം തോന്നുന്നതായിട്ട് എനിക്ക് തോന്നി. അതെനിക്ക് ഒട്ടും സഹിച്ചില്ല. എങ്കിലും അവളോട് തുറന്ന് ഞാൻ ചോദിച്ചു. ഒരു കളിയായി തന്നെയാണ് ഞാൻ അവളോട് ചോദിച്ചത്. പക്ഷേ അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ള പ്രണയമൊന്നുമില്ല. അവനോട് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിനപ്പുറം വേറെ ഒന്നും എനിക്കില്ല. അത് കേട്ടപ്പോൾ എനിക്ക് മഞ്ഞ് വീണ സുഖമായിരുന്നു. എങ്കിലും അതേ സമയം തന്നെ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്നവളുടെ മുഖമോ ഒന്നും തന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. ആരുമില്ലാത്തവൾക്ക് പ്രണയിക്കാൻ ഒരാളെ കിട്ടിയപ്പോൾ അതായിരുന്നു എൻ്റെ ലോകം. അവനെ മാത്രം ചുറ്റിപ്പറ്റി എൻ്റെ ലോകം. അവൻ മാത്രമായി നിറഞ്ഞു എൻ്റെ ലോകം. എപ്പോഴും ഊണിലും ഉറക്കത്തിലും എല്ലാം അവൻ മാത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് അല്ലുവിന് അദ്രിയെ ഇഷ്ടമാണെന്നും അദ്രിക്ക് അല്ലുവിനോടും തിരിച്ച് ഇഷ്ടമാണെന്നും. അത് എന്നെ ഒരുപാട് തകർത്തു. എനിക്ക് എന്ത് ചെയ്യണം? കാരണം ഒന്നുമില്ലാത്തവർക്ക് എല്ലാം അവനായി കണ്ടപ്പോൾ എല്ലാം നഷ്ടപ്പെടുന്ന പോലെ ഒരു ഭ്രാന്തി എന്ന അവസ്ഥയിലായി. അതുകൊണ്ട് തന്നെ മുൻപിൻ ചിന്തയൊന്നും കൂടാതെ തന്നെ അതുവഴി തനിക്കുണ്ടാവുന്ന ദോഷം എത്രത്തോളം വലുതാണെന്ന് പോലും അറിയാതെ തന്നെ മുരളീധരൻ്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചു. കാര്യങ്ങളെല്ലാം പറഞ്ഞത് കേട്ട് കുറച്ച് നേരത്തിന് ശേഷം അയാൾ സഹായിക്കാമെന്നും വാക്കു തന്നു. പിന്നീട് അങ്ങോട്ടുള്ള പ്ലാനുകളെല്ലാം അയാൾ തന്നെയായിരുന്നു. പലപ്പോഴും എന്നെ കാണുകയും എന്നെ മകളായി സ്വീകരിക്കുകയും എനിക്ക് വേണ്ടുന്നതെല്ലാം വാങ്ങിക്ക് തരികയൊക്കെ ചെയ്തു. പക്ഷേ അതിൽ ഒളിച്ചിരുന്ന ചതി ഞാൻ അറിഞ്ഞിരുന്നില്ല. അയാൾ പതിയെ എന്നെ ഡ്രഗ്സിനടിമയാക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. പല ലഹരി മരുന്നുകളും അയാൾ എന്നിൽ തന്നെയായിരുന്നു ആദ്യം പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ലഹരിയില്ലാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിൽ തന്നെയായി എത്തിയപ്പോഴാണ് അവർ അദ്രിയെ എൻ്റെ മുന്നിലിട്ട് ഉപദ്രവിച്ചത്. ഒരു വാക്കുകൊണ്ടോ ഒരു ചെറുവിരൽ അനക്കിപ്പോലും അതിനെ എതിർക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. എന്നാൽ അദ്രിയെ നഷ്ടപ്പെട്ടത് ഉപബോധം മനസ്സിൽ ഉള്ളതുകൊണ്ട് തന്നെ അയാളിൽ നിന്നും ഞാൻ അകലം പാലിച്ചു തുടങ്ങി. പിന്നീട് സ്വബോധം വീണ്ടെടുക്കാൻ കുറേ നാളുകൾ വേണ്ടി വന്നു. അപ്പോഴേക്കും എല്ലാം എൻ്റെ കൈവിട്ടു പോയിരുന്നു. പിന്നീട് ഞാൻ ആദിയെയും എല്ലാം തിരക്കി ഇറങ്ങി. അവരുടെ അവസ്ഥ അറിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തകർന്നു. ഞാൻ കാരണം അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു.
ഒരു കുറ്റബോധം എൻ്റെ ഉള്ളിൽ ഉടലെടുക്കുകയും അതിനുശേഷം മുരളീധരനെ ഏതെങ്കിലും രീതിയിലും വകവരുത്തണമെന്നും അയാളുടെ സാമ്രാജ്യം ഇല്ലാതാക്കണമെന്നും ഞാൻ ഊട്ടിയുറപ്പിച്ചു. അതിനായി ഞാൻ ചന്ദ്രശേഖരൻ അങ്കിളിനെ കണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അദ്ദേഹം തന്നെയായിരുന്നു എനിക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം പറഞ്ഞത്. എൻ്റെ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്നും എന്നെ വിമുക്തിയാക്കാനും എനിക്ക് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റും എല്ലാം തന്നെ അദ്ദേഹം തന്നെ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അങ്ങനെ ലഹരിയുടെ പിടിയിൽ നിന്നും ഞാൻ പുറത്തു വന്നപ്പോഴേക്കും അദ്ദേഹത്തിനെ പൂട്ടാനുള്ള എല്ലാ കരുക്കളും അങ്കിൾ നീക്കിക്കഴിഞ്ഞിരുന്നു. പിന്നീട് അങ്കിളിന് എൻ്റെ സഹായമായിരുന്നു വേണ്ടിയിരുന്നത്. വേണ്ടുന്ന സഹായം എല്ലാം തന്നെ ഞാൻ നൽകി. എല്ലാ തെളിവുകളും, അയാൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും എല്ലാം ഞാൻ അങ്കിളിനെ ഏൽപ്പിച്ച് തിരിച്ച് ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് അങ്കിളിന് ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന ഒരു വാർത്തയാണ് എന്നെ തേടിയെത്തിയത്. അയാൾ എത്ര ചിന്തിച്ചിട്ടും അയാൾക്ക് കിട്ടാത്ത ഒരു രഹസ്യം തന്നെയായിരുന്നു അയാളെക്കുറിച്ചുള്ള ഈ ഡീറ്റെയിൽസ് എല്ലാം എങ്ങനെ ചന്ദ്രശേഖരൻ അങ്കിളുടെ കയ്യിലെത്തി. ഒരിക്കൽ പോലും അയാൾക്ക് എന്നെ ഒരു സംശയമുണ്ടായിരുന്നില്ല. എങ്കിൽ അയാൾക്ക് സംശയം തുടങ്ങിയിരുന്നു, എൻ്റെ ഓരോ പെരുമാറ്റത്തിലും ഉള്ള സംശയം. അങ്ങനെയാണ് ആദിയെയും അല്ലുവിനെയും കെണിയിൽപ്പെടുത്തിക്കൊണ്ട് എന്നെ വകവരുത്താനുള്ള ശ്രമം. അതിന് അയാൾ വിജയം കാണുകയും ചെയ്തു. അതിനിടയിൽ തന്നെ ഞാൻ അയാളിൽ നിന്നും വലിയൊരു തുക ഈടാക്കിയിരുന്നു. കാരണം മറ്റുള്ളവരെ ലഹരിക്ക് അടിമയാക്കിക്കൊണ്ടല്ലേ ഇയാൾ അയാളുടെ ബാങ്ക് അക്കൗണ്ട് നിറയ്ക്കുന്നത്. അപ്പോൾ കുറേ പൈസ എൻ്റെ കയ്യിലിരുന്നാലും എനിക്കും അത് ദഹിക്കും. അവർ ഉപദ്രവിച്ചവരെ തന്നെ രക്ഷപ്പെടുത്താൻ ആ പണം തന്നെ യൂസ് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ അയാളിൽ നിന്നും കണക്കില്ലാതെ പൈസ ഞാൻ വാങ്ങിയെടുത്തു. അതൊരു ട്രസ്റ്റിൻ്റെ കീഴിലേക്ക് നിക്ഷേപിക്കുക. അത് തന്നെ വലിയൊരു ട്രസ്റ്റ് രൂപീകരിച്ച് അവിടെ വരുന്നവർക്ക് സ്വന്തം ആവശ്യങ്ങൾക്ക് ഒരു ചെറിയ കൈത്തൊഴിൽ കൂടി ഞാൻ അവിടെ സജ്ജമാക്കി. അങ്ങനെ മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന പേരൻസും രക്ഷകർത്താക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന പല ഭിന്നശേഷി കുഞ്ഞുങ്ങൾ, അതുകൂടാതെ സെക്സ് വർക്ക് ചെയ്യുന്നവർ, ഗുണ്ടാ ലിസ്റ്റിലുള്ളവർ, പിന്നെ മാരകമായ അസുഖങ്ങൾ കീഴ്പ്പെട്ടവർ, അങ്ങനെ ഒരുപാട് ഈച്ച് ആൻഡ് എവറി എല്ലാവരാൽ വെറുക്കപ്പെട്ട് എല്ലാവരും വെറുത്ത് അവരെ ഒന്ന് കൂട്ടാൻ പോലും കൂടാതെ എല്ലാവർക്കും എൻ്റെ ട്രസ്റ്റിൻ്റെ കീഴിൽ അവർക്ക് ചെറിയൊരു ജോലി, അവരുടേതായ ആവശ്യങ്ങൾ നടക്കും. അങ്ങനെ ഒരു സംരംഭം ഞാൻ തുടങ്ങി. ഇപ്പോൾ അതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ നോക്കി ഞാൻ മുന്നോട്ട് നടത്തുന്നുണ്ട്. അതെല്ലാം അറിഞ്ഞു വന്നപ്പോഴേക്കും മുരളീധരൻ ഒരുപാട് വൈകിപ്പോയിരുന്നു. അയാളുടെ മൊത്തം സ്വത്തിൻ്റെ ഭൂരിപക്ഷവും എൻ്റെ കയ്യിൽ തന്നെ ആയി കഴിഞ്ഞിരുന്നു. അത് വീണ്ടെടുക്കാൻ അയാൾ ആവുന്ന രീതിയിൽ എല്ലാം ശ്രമിച്ചു. അപ്പോഴാണ് എനിക്ക് കുറച്ച് മുമ്പ് ഇവിടെ നിന്ന് പോയ ഗുണ്ടാച്ചേട്ടന്മാരുടെ സഹായവും കിട്ടിയത്. അവൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ എല്ലാവരും കേട്ടു നിന്നു. എങ്കിലും അവസാനം പറഞ്ഞ കാര്യങ്ങളിലായിരുന്നു അവരുടെ എല്ലാവരും ശ്രദ്ധ പറ്റിയത്. കാരണം ഒരു തെറ്റിൽ നിന്നും വന്നവൾ വീണ്ടും തെറ്റിലേക്ക് പോകാതെ തെറ്റായ രീതിയിൽ നടക്കുന്നവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ അവളാൽ കഴിയുന്ന വിധം എല്ലാം തന്നെ അവൾ ചെയ്തു. ഇനി അവളെ ഞാൻ എങ്ങനെ ശിക്ഷിക്കും എന്നായി എല്ലാവരുടെയും ചിന്ത. എങ്കിലും അവളെ തങ്ങളോടൊപ്പം തന്നെ കൂട്ടാൻ അവർ തീരുമാനിച്ചു. നീ ഈ ചെയ്തു കൂട്ടിയതിനെല്ലാം നിനക്ക് ഞങ്ങളൊരു ശിക്ഷ വിധിക്കുന്നുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ഓം അടുത്തേക്ക് വന്ന്, ഇന്ന് ശനി, അപ്പോൾ തിങ്കളാഴ്ച എൻ്റെ ആദിയുടെയും വിവാഹം. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെ ഷാർപ്പ് 10 o'clock നീ SS ഗ്രൂപ്പിലുണ്ടായിരിക്കണം. രാവിലെ ഷാർപ്പ് 10 o'clock, ഓക്കെ? അത്രയും പറഞ്ഞിട്ട് അവർ പോകാനൊരുങ്ങിയതും തിരിഞ്ഞു നിന്ന്, തിങ്കളാഴ്ച ഞങ്ങളുടെ കല്യാണത്തിന് നീ വരണം. ഇപ്പോൾ നിന്നോട് ഞങ്ങൾക്കാരും യാതൊരു വിരോധവുമില്ല. അത്രയും പറഞ്ഞ് മുന്നോട്ട് നടന്നതും ഓം ഒന്ന് നിന്ന്, ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടി ക്ലിയർ ചെയ്തിട്ട് പോകാം. അല്ല അദ്രി, തിങ്കളാഴ്ച ഞങ്ങളുടെ വിവാഹത്തിനോടൊപ്പം തന്നെ നിൻ്റെയും മല്ലുവിൻ്റെയും വിവാഹം കൂടി ഞങ്ങളങ്ങ് നടത്തട്ടെ. എന്താ നിൻ്റെ അഭിപ്രായം? ഓ എന്തോ അളിയ, പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അളിയൻ തീരുമാനിച്ചു, ഞാൻ കെട്ടാൻ റെഡിയാണ്. ഇനി അളിയൻ്റെ പെങ്ങൾക്ക് വല്ല എതിരും ഉണ്ടോ എന്ന് തിരക്കി നോക്ക്. എന്തായാലും നിനക്ക് വല്ല എതിർപ്പുണ്ടോ? അത് പറഞ്ഞതും അവൾ ചിരിയോടുകൂടി ആദിയുടെ പിന്നിലേക്ക് മറഞ്ഞു. നാണമോ നിനക്കോ? രുദ്രൻ അങ്ങോട്ടൊന്ന്, എന്താടാ എനിക്ക് നാണിച്ചൂടെ? ഒന്നുമില്ലേ, ഓരോരുത്തരുടെ നാണമൊക്കെ കണ്ടാൽ. ഇതൊക്കെ കാണുന്നതിന് ദൈവമേ, എന്തോ പാപം ഞാൻ ചെയ്തോ ആവോ. അത്രയും പറഞ്ഞിട്ട് രുദ്രൻ അവിടെ നിന്ന് പോയി. നിന്നെ ഒരു നാണവും മാനവും ഇല്ലാത്ത ആദിയുടെ കൂടെ നീ നടക്കുന്നത്, നിനക്ക് ഈ നാണം ഒട്ടും സ്യൂട്ടാവത്തില്ല.
തിങ്കളാഴ്ച തന്നെ ചെമ്പകശ്ശേരിക്കാരുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ഓം ആദിയുടെ കഴുത്തിലും അദ്രി അല്ലുവിൻ്റെ കഴുത്തിലും താലി കെട്ടി. അവർ രണ്ടുപേരെയും സ്വന്തം പാതികളായി അവർ രണ്ടുപേരും സ്വീകരിച്ചു. അവർ ചെമ്പകശ്ശേരിയിലേക്ക് തന്നെ തിരിഞ്ഞു. അദ്രി ഒരുപാട് എതിർത്തു നോക്കിയെങ്കിലും ഫലം കണ്ടില്ല. ഓമിൻ്റെ നിർബന്ധത്തിന് പുറത്ത് അവന് വഴങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ എല്ലാവരും അവിടെ തന്നെ. ഒപ്പം തന്നെ ക്രിസ്റ്റിയും അലങ്കൃതയും അവരുടെ കൂടെ തന്നെയുണ്ട്. ഇപ്പോൾ അവരുടെ 3 സഹോദരങ്ങളും ഒന്നിച്ച്. കൂടെപ്പിറക്കാതെ കൂടെപ്പിറപ്പായ 3 പേർ. അവരുടെ സുഹൃത്ത് ബന്ധം ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ആദ്യമായി എല്ലാവരോടും, ഇത് കേൾക്കുന്ന എല്ലാവരോടും ഒരു സോറി പറയുന്നുണ്ട്. കാരണം ഈ സ്റ്റോറി ഇനിയും വലിച്ച് മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം ഈ സ്റ്റോറി കാണുന്നതിൽ വ്യൂവേഴ്സും കുറവാണ്. ആർക്കും താല്പര്യം ഉള്ളതായിട്ടും എനിക്ക് തോന്നിയില്ല. കാരണം ആരുടെ എക്സ്പെക്റ്റേഷൻ അത്രയും അങ്ങോട്ട് വലുതായില്ല. ഒരുപാട് പോരായ്മകളുണ്ട്, ക്ഷമിക്കണം. കാരണം ഞാൻ ആദ്യമായി കാൽ വെച്ച് തുടങ്ങിയതല്ല ഉള്ളു. പിച്ച വെച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് വീഴ്ച ഉണ്ടാകും. അതുകൊണ്ട് അതെല്ലാം ചൂണ്ടിക്കാട്ടി തന്നാൽ അതൊക്കെ പരിഹരിച്ച് കേൾക്കുന്നവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ നല്ലൊരു സ്റ്റോറിയുമായി ഞാൻ വീണ്ടും വരാം. അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നല്ലതായെന്നെങ്കിലും ഈ ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ആവശ്യമാണ്.